വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ റൂം ടൂർ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കിത് ഇന്നലെ കൂടെ ഒരു റിക്വസ്റ്റ് ഒന്ന് ഹോം ടൂർ ചെയ്യാമെന്ന്. ഹോം ടൂർ ഞാൻ വൈകാണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഇന്ന് റൂം ടൂർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് എന്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്, അല്ല എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൂം ടൂർ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ ഞാൻ എന്റെ റൂം നേരത്തെ കുറച്ച് എക്സൈറ്റിന്റെ പേരിലൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് നമ്മള് കോളേജിന്റെ ഔട്ട് ബൗണ്ടിനായിട്ട് വന്നതാണ്. നമ്മള് ബാച്ചും ഉണ്ട്, അതുപോലെ തന്നെ ജൂനിയേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ, നമ്മളെ 4 പേർക്ക് കിട്ടിയ റൂമിന്റെ ടൂറാട്ടോ, അല്ലാണ്ട് എന്റെ വീട്ടിന്റെ എന്റെ റൂം ടൂറൊന്നല്ല. അപ്പൊ നമുക്ക് നേരെ റൂം ടൂറിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ റൂം ഇതാട്ടോ, 518 ആണ് നമ്മളെ റൂം നമ്പർ. അപ്പൊ നമുക്ക് റൂമിലേക്ക് കിടക്കാം. ഇപ്പൊ തുറക്കുമ്പോ തന്നെ ഇവിടെ നമ്മള് 4 പേരാ റൂം ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ബാഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഇങ്ങനെ നോക്കണില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ കബേർഡ് ഉണ്ട്. കബേർഡിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാം. നമ്മളിപ്പോ കയറിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒന്നും സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതാണ് വാഷ്റൂം. ഇവിടെ നമ്മള് പിസേനെ കാണാം. പിസയാണ് എന്റെ ക്യാമറാമാൻ. ക്യാമറാമാൻ പിസയോടൊപ്പം ഇതാണ് വാഷ്റൂം. നല്ല നീറ്റാണ്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. നമ്മള് കേയോഞ്ചോറിൽ നിന്ന് ഇതൊന്നല്ല നല്ലൊരു വാഷ്റൂം ഒക്കെയാണ്. പിന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ടവൽസ് ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്. ഞാനും ഫിസിക്കൽ ടൂത്ത് ബ്രഷ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്. പൂളിലേക്ക് നമ്മൾ പോകാൻ പോലെ പൂളിൽ കുളിച്ച് വന്ന് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാം. ഒരു ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ 2 മിററും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചെറുതായി ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ബെഡ് വന്നിട്ട്. നമ്മള് 4 പേര് ഇതിലൊക്കെ കിടക്കാൻ പോണത്. നമുക്ക് എക്സ്ട്രാ ബെഡൊക്കെ തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരു സ്പേസ്. ഹോം ടൂർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫിസക്ക് ഇത് സെന്റൻസ് അതില് ഇടാട്ടോ. എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കൊരു TV ഒക്കെ തന്നിട്ടുണ്ട്. രാത്രി നമുക്ക് എന്താണ് പല മൂവിയൊക്കെ കണ്ടിരിക്കാം സമയം ഉണ്ടെങ്കിൽ. പിന്നെ കുറെ ഗെയിംസ് ഒക്കെ ഇവിടെ നമുക്ക് കെറ്റിലുണ്ട്, ഗ്ലാസസ് ഉണ്ട്, ഒരു ചായയൊക്കെ ആക്കി കുടിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട്. അതിലെന്റെ ഫേവറേറ്റ് എന്താണ് മിൽക്ക് പൗഡർ. പിന്നെന്താ നമുക്ക് നമ്മളെ വെൽക്കം ചെയ്തത് തന്നെ ഈ സാധനങ്ങളായിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ട് ഗൈസ്, ഒരു പഴം, ഓറഞ്ച്, ആപ്പിൾ, പിന്നെ കുറച്ച് കുക്കീസ് ഉണ്ട്. ഇവിടെ ഒരു ചെയർ വന്നിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. ഈ ടേബിൾ ഒന്ന് കാട്ട്. ഈ ടേബിള് നമ്മൾ ഓൾറെഡി മെസ്സി ടേബിൾ ആണോ കാണിക്കണ്ടേ? വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ്. ഞാൻ എന്തുട്ടാ പറയുന്നത്, നമുക്കിത് തുറക്കാം. ഇതാണ് ബാൽക്കണി. ഞാൻ നേരത്തെ ഫസ്റ്റ് ഷോട്ട് ബാൽക്കണിന്നാണ് എടുത്തത്. ഇതിങ്ങനെ ബാൽക്കണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ്. അവിടെ നമുക്ക് 2 പേർക്ക് മാത്രമേ ഇരിക്കാനുള്ള ചെയറും ഉള്ളൂ. മെയിൻലി ഫോർ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. അപ്പം എന്താ അത്ര തന്നെ നല്ലൊരു സ്പേസ്. ഇവിടെ എന്താ അത് ഡ്രസ് ഡ്രൈ ചെയ്യുന്നു. ഡ്രസ്സൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടിട്ട് പൂളിൽ പോയി വന്നിട്ട് ബാക്കി ഡ്രസ് നമുക്ക് ഇവിടെ ഇടാം ഗൈസ്. അപ്പൊ അവിടെയാണ് പൂളൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്, കാരണം എല്ലാവരും ഫുൾ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഈ നമ്മൾ ഔട്ട് ബോണ്ടൊക്കെ ഞാൻ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഇതായിരിക്കും ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് സൂൺ 10K ഒക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ വയ്യാന്ന് മനസ്സിലായത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. കുഞ്ഞു പോലെ അന്നൊരു നാൾ വന്നതല്ലേ.